കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളവും അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് തന്നെ മാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദ എടുക്കണമെന്നുള്ളവർക്ക് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് കുഴച്ച് വയ്ക്കാം. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. അതിന് ശേഷം ഇത് ഒരു 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. നല്ലതുപോലെ പൊങ്ങി വരുമ്പോൾ നമ്മുടെ പിസ്സയും നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിരിക്കും. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ തൊലി നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ 1 കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ 1 സവാള ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. പിന്നെ മുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിത് സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്, അതാണ് 1 മുളക് ഞാൻ എടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെച്ച് 1 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലെ തൊലിയൊക്കെ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവൂ, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറും ചീത്തയാവും, സോസ് നന്നായിട്ട് വരത്തുമില്ല. അപ്പം നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് മാക്സിമം അടച്ചു വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് തെറിച്ച് പുറത്തെല്ലായിടത്തും വൃത്തികേടാവും. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടും. അവസാനം ഇറക്കാറാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു പിസ്സയുടെ ഫ്ലേവർ കിട്ടും. 1 ടീസ്പൂൺ വരെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് പിസ്സ ഉണ്ടാക്കുമ്പോൾ ചേർക്കാനായി 1 സവാള ചതുരത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാം. നല്ല കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ പകരം ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എടുത്താലും മതി. മാവ് കുഴയ്ക്കുന്ന സമയത്തും ഇതിലേതെങ്കിലും ചേർത്താൽ മതി. ഇനി മാവ് വെച്ച് കൊടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. പരത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിന്നായിട്ടോ തിക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. തിന്നായിട്ടുള്ള പിസ്സയാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡുകളൊക്കെ കൈവച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതേപോലെ കണ്ണുകൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് പൊങ്ങി വരാതിരിക്കാനും അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്.
ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വശം റെഡിയായി കിട്ടും. തീ നല്ല കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിസ്സ സോസ് തേച്ച് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് തേച്ചാലും മതി. പുറത്ത് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാടങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഉള്ളിയും ചിക്കനും ക്യാപ്സിക്കവും ഒക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. ക്യാപ്സിക്കം വെച്ചതിന് ശേഷം മൊസറല്ല ചീസ് കുറച്ചുകൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അവസാനം കുറച്ച് ഒറിഗാനോ കൂടി ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. അപ്പോഴാണ് ശരിക്കുള്ള പിസ്സയുടെ ആ ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 4 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി പിസ്സ റെഡിയായി കിട്ടും. പിസ്സ റെഡിയായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്